ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സീതാട്ടെ. അപ്പോൾ ഞാൻ ഇതുവരെ റിയാക്ഷൻ വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും കാണാറുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് റിയാക്ഷൻ വീഡിയോ പറഞ്ഞാൽ ഭയങ്കര സങ്കടമായതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. മിനിങ്ങാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു 1.5 വയസ്സുള്ളൊരു കുഞ്ഞ് മരിച്ച സംഭവം. അപ്പോൾ ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടു, പക്ഷേ ഞാൻ ഈ കുട്ടികളുടെ ആയത് കാരണം ഞാൻ എടുത്ത് നോക്കിയില്ല. അപ്പോൾ വൈകുന്നേരം ഹസ്ബൻഡ് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ 1.5 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചതിൻ്റെ വീഡിയോ കണ്ടു ചോദിച്ചു. അപ്പോൾ ആക്ച്വലി അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ അച്ഛൻ്റെ അടുത്ത് ഇനി ആ കുഞ്ഞ് വിശ്രമിക്കട്ടെ എന്നുള്ള ആ ഒരു ഹെഡ്ലൈൻ്റെ കണ്ടു, പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, അത് ഇങ്ങനെ കാമുകനും സ്വന്തം പ്രസവിച്ച അമ്മയും കൂടിയാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ കേട്ടപ്പോൾ ഒരു ഭയങ്കര, നമ്മൾ ഇതിനു മുന്നേ ഒത്തിരി ഇതുപോലത്തെ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഏട്ടൻ ഫോൺ വിളിച്ച് വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഏട്ടൻ ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്ന് യൂട്യൂബിൽ ഞാനൊന്ന് നോക്കിയപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഇത് കണ്ടു കേട്ടോ. ആ കുട്ടി 2 കൈ ഒടിഞ്ഞിട്ട് അമ്മ ആ കുട്ടീനെ എടുത്ത് നിൽക്കണം. അതിനെ അമ്മ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനെന്താ പറയുക, എനിക്ക് അതിനെ വിളിക്കാൻ പേരുകളൊന്നും അറിയില്ല. അത് കാരണം ആ സ്ത്രീ ഒരു അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു പെണ്ണാണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മോന് എനിക്കും കൂടി ഇരിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് മോൻ വന്നപ്പോൾ അത് ഓഫ് ചെയ്താണ്. അതന്നെ, ആ കുഞ്ഞ് 2 കൈ ഒടിഞ്ഞിരിക്കുന്ന വീഡിയോസും പിന്നെ ആ കുഞ്ഞ് ചിലതിൽ കുഞ്ഞിൻ്റെ മുഖം ബ്ലറാക്കിയിട്ടുള്ളതൊക്കെ കണ്ടപ്പോൾ ശരിക്ക് കണ്ടപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ ഇത് കണ്ടിട്ട് നമ്മൾ പറഞ്ഞത് കൈയൊടിഞ്ഞ വീഡിയോ അത് ഒരു ഒരു ചേട്ടൻ എന്തൊക്കെയോ നമ്മൾക്കത് പാട്ടായിട്ടാണ് കേട്ടത്. സംസാരിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ആ കുഞ്ഞ് ആ കൈ ഒടിഞ്ഞിട്ടടക്കം അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. ഞാനതെല്ലാം ആലോചിക്കുന്നത് കേട്ടോ. ആ കുഞ്ഞിൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ ഇവളൊക്കെ എന്തായാലും 10 മാസം ചുമന്ന് പ്രസവിച്ചത് തന്നെയല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ അമ്മമാർക്ക് കാമുകന്മാർ പറഞ്ഞ അച്ഛൻ മരിച്ചതാണ്, കുട്ടിയുടെ നേരത്തെ അച്ഛൻ മരിച്ചതാണെന്ന് പറഞ്ഞു. ഇത് കാമുകനാണെന്ന് പറയുന്നു. ഇവനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു പിഞ്ചു കുഞ്ഞിനെയൊക്കെ കൊല്ലാൻ ഇതുകളൊക്കെ എങ്ങനെയാണ് കൂട്ടു നിൽക്കണമെന്ന് നമുക്കറിയില്ല. എങ്ങനെ അതുകൾ ആ കുഞ്ഞിൻ്റെ ദേഹത്തന്നെ 52 എത്രയോ സിഗരറ്റ് കൊണ്ട് കുത്തിയ പാടുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവനൊക്കെ അങ്ങനെ തന്നെ, ഇവനും അതുപോലെ തന്നെ ഇല്ലേ, പെട്ടെന്ന് അങ്ങനെ ഒന്നുകിൽ ഇതിനെയൊക്കെ ജയിലിൽ കൊണ്ടുപോയിട്ട് കുറേ ഫുഡും കൊടുത്ത് വളർത്തി പുറത്തേക്ക് വിടും. അത് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ അത് മറക്കും, പിന്നെ അത് വീണ്ടും തുടങ്ങും. അപ്പോൾ ഇതിനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ നാട്ടുകാരെ മുന്നിൽ ഇട്ട് കൊടുക്കണം, ഇതിനെയൊക്കെ തല്ലിക്കൊല്ലട്ടെ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവർ ഒന്നുകിൽ കോടതി ഇതിന് തൂക്കിക്കൊല്ലണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് കേട്ടോ ശരിക്കും നടക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക ക്രൂരമായിട്ടൊരു കുഞ്ഞിനോടൊക്കെ, അത് 1.5 വയസ്സുള്ള കുഞ്ഞിനോടൊക്കെ ഇവനൊക്കെ എങ്ങനെയാണ് പെരുമാറാൻ പറ്റണതെന്നാണ് മനസ്സിലാകാത്തത്. പിന്നെ ആ പ്രസവിച്ച അവളെ എന്താ പറയുക, പ്രസവിച്ച അവൾ അതും ഇങ്ങനെ കുട്ടികളെ എങ്ങനെ ഇത്രയും ഒന്നുമില്ലെങ്കിലും സ്വന്തം പ്രസവിച്ച കുഞ്ഞല്ലേ അല്ലേ. അതിൻ്റെ മുഖം കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇങ്ങനെയൊക്കെ കൈ തല്ലി ഓടിക്കുക അതിനെ, എന്നിട്ട് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി മരിച്ചതാണെന്ന് പറയിക്കാൻ വേണ്ടി ഫുഡ് വാരി കൊടുത്ത് എന്തൊക്കെയോ ചെയ്യും. ഫുഡ് കൊടുത്തിട്ട് എനിക്ക് പറയാൻ അറിയുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇന്നലെയും ഈ വീഡിയോ ഞാൻ വെച്ചതല്ല, യൂട്യൂബിൽ വെച്ച് പോകുമ്പോൾ യാദൃശികമായിട്ട് ഇന്നലെയും ആ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ആ വീഡിയോ കണ്ടു. രാത്രിയും കുറേ നേരം എനിക്ക് കണ്ണടിക്കുമ്പോഴൊക്കെ ആ കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വരുന്നത് കാരണം ഇന്നലെയും കുറേ നേരം ഉറങ്ങാതെ കിടന്നു. എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര അസ്വസ്ഥത. ഞാനിത് കുറേ തവണ ചിന്തിച്ചു, ഇങ്ങനെ ആ വീഡിയോ ചെയ്യണോ ചെയ്തിട്ട് എന്താ കാര്യമില്ല, ആ കുഞ്ഞ് മരിച്ചു. എന്നാലും എൻ്റെ ഒരു ഇതിന് ഇവനെയൊക്കെ എന്താ ചെയ്യാന്ന് കുറേ നേരം എന്തായിരിക്കും ഇനി ഇവർക്ക് കിട്ടുന്ന ശിക്ഷ അതും അറിയില്ല. ഇതിനെയൊക്കെ എന്തായാലും ഇതിനെയൊക്കെ രണ്ടിനെയും തൂക്കിക്കൊല്ലു തന്നെ വേണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം.
ഞാൻ കുറേ ആലോചിച്ചു വീഡിയോ ചെയ്യണോ എന്ന്. ഞാനിതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ നമ്മൾ വ്യൂ കൂട്ടാനോ ഒന്നിനും അല്ലാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും സാധാരണ ഒരു കുഞ്ഞ് ചാനലാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു 1000 സബ്ബന്നായത് കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു സങ്കടം വന്നു, ശരിക്കും സങ്കടം വന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് രാത്രി ചിന്തിച്ചു, വേണ്ടാന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആ വീഡിയോ യൂട്യൂബ് എടുത്തത് ആ കുഞ്ഞിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ വന്നത്. ആ കൈ ഒടിഞ്ഞിരിക്കുന്ന വീഡിയോ തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, വീഡിയോ പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, അത് കാരണം പറഞ്ഞതാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല. ഈ കുഞ്ഞുങ്ങൾ രാത്രിയൊക്കെ കരയുമല്ലോ. അവർക്ക് അവരുടെ സുഖത്തിനും സന്തോഷത്തിനും അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ കൊന്നത്. ഞാൻ അതിലെ ചിന്തിക്കുന്നു, ഇവർക്ക് വേണ്ടെങ്കിൽ അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്കും അവർക്ക് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ എത്രയെത്ര ഓർഫണേജസ് ഉണ്ട്, അവിടേക്ക് കൊണ്ട് കൊടുക്കുക. കുഞ്ഞുങ്ങളെ നോക്കാൻ വയ്യെങ്കിൽ അത് ചെയ്തുകൂടെ? ഇവളൊക്കെ എന്തിനാണ് ഇങ്ങനെ പ്രസവിക്കുന്നത്? അതല്ലേ എനിക്ക് ദൈവത്തിനോടാണ് ദേഷ്യം. കുഞ്ഞുങ്ങളില്ലാത്ത എത്ര ആൾക്കാരുണ്ട് ലോകത്തിൽ. അവർക്കൊന്നും ഇതിനുള്ളൊരു ഭാഗ്യം കൊടുക്കില്ല. ഒരു അമ്മയാകാനും ഭാഗ്യമല്ല, ഒരു യോഗ്യതയില്ലാത്ത ഇവക്കൊക്കെ കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ക്രൂരായി പീഡിപ്പിച്ച് ഇവളെയൊക്കെ ശരിക്കും വെടിവെച്ച് കൊല്ലുക തന്നെ വേണം കേട്ടോ. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഇതിനൊന്നും കിട്ടരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെയൊക്കെ പറയുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. നേരെ ശരിക്കും സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ അടിച്ച് ഞാൻ ചെയ്യണം. എൻ്റെ മോൻ പറഞ്ഞു, അമ്മ അതൊന്നും ചെയ്യണ്ട, അതൊക്കെ ചെയ്താൽ വേറെ എന്തെങ്കിലും പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. ആ കുഞ്ഞിൻ്റെ ഞാനെങ്ങനെ ചിന്തിച്ചറിയും, ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നമ്മുടെ മക്കളുടെ മുഖം എനിക്കത് കണക്റ്റായിട്ട് ഓർമ്മ വരികയാണ് കേട്ടോ. നമ്മുടെ മക്കളാണെങ്കിൽ നമുക്ക് സങ്കടമാവില്ലേ? ആ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. വേറെ ആരും വേറൊരു തരത്തിലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവനും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ കുഞ്ഞ് നമ്മൾ ഒരു ഇതിൽ വേറെ എവിടെയെങ്കിലും ജനിക്കുന്ന വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയുള്ള ആ കുഞ്ഞിൻ്റെ പുതിയൊരു ജന്മം നല്ലതായി തീരട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വേറൊന്നുമില്ല കേട്ടോ. ഈ ഒരു വീഡിയോ പറയാൻ വേണ്ടി മാത്രം ഞാൻ കുറേ ആലോചിച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വേറൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.